إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയും ഇഖ്ലാസും കാത്തു സൂക്ഷിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഈ ജീവിതത്തിനപ്പുറമുള്ള പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്യുക എന്നത്. മരണവും മരണാനന്തര ജീവിതവും സ്വർഗവും നരകവും വിചാരണയും മീസാനുമെല്ലാം വിശ്വസിക്കുന്ന നമ്മൾ ആ നരകമോചനത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരാളെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വളരെയധികം നിന്ദ്യനായി എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വാസിയുടെ വാചകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, റബ്ബന ഇന്നക മൻ തുദ്ഖിലൻ നാർ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക തീർച്ചയായും നീ, മൻ തുദ്ഖിലിൻ നാർ ആരെയാണോ നീ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്, ഫഖദ് അഖ്സൈതഹു അവനെ നീ നിന്ദ്യനാക്കി കഴിഞ്ഞിരിക്കുന്നു, വമാലിൽ ളാലിമീന മിൻ അൻസാർ അക്രമികൾക്ക് സഹായികളായി ആരുമില്ല എന്ന് ആ ഒരു ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നിന്ദ്യനായി എന്നാണ് സഹോദരങ്ങളെ അതിന്റെ അർത്ഥം. എങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ പലതവണ നമ്മൾ കേട്ടു പരിചയമുള്ള ആയത്താണ്, ഫമൻ സുഹ്സിഅ അനിൻ നാർ ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ് അവൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വർഗ്ഗത്തിലെത്തുക എന്നതാണ് വിജയം, നരകത്തിൽ പോവുക എന്നതാണ് നിന്ദ്യത. എങ്കിൽ സുഹൃത്തുക്കളെ, ആ നരകത്തിൽ പോകേണ്ടി വരുമോ എന്ന ഭയവും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ പ്രവേശിക്കലും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു
വീട്ടിൽ കരഞ്ഞിരിക്കുന്നത് കണ്ട് ഭാര്യ അടുത്തു ചെന്ന് ചോദിച്ചില്ലേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന്? അദ്ദേഹം കാര്യമായി പറഞ്ഞത് എന്താണ്? വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ് എന്നെ കരയിപ്പിച്ചത് എന്നാണ്. ഖുർആനിന്റെ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 71, 72 ആയത്തുകളാണ് അദ്ദേഹത്തെ കരയിപ്പിച്ചതായി അദ്ദേഹം പറയുകയും അവിടെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. എന്താണ് സുഹൃത്തുക്കളെ ആ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്? നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കത്ത് വരാത്തവരായി, ആ നരകത്തിന്റെ അടുത്ത് വരാത്തവരായി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല. അത് അല്ലാഹുവിന്റെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്, ഗണ്യതമായ തീരുമാനമാണ്. അള്ളാഹു തീരുമാനിച്ചു വെച്ച, മനുഷ്യർ വിധേയരാകേണ്ടി വരുന്ന ഉറച്ച തീരുമാനമാണ് എല്ലാവരും നരകത്തിന്റെ വക്കത്ത് എത്തേണ്ടി വരിക എന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, തഖ്വ കാണിച്ച് ജീവിച്ച ആളുകളെ ആ നരകത്തിന്റെ വക്കത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. എന്നാൽ തിന്മകളിൽ മുഴുകുന്ന ആളുകളെ മുട്ടുകുത്തുന്നവരായി ആ നരകത്തിൽ വീഴ്ത്തുകയും ചെയ്യും. ഈ ആയത്തുകൾ പറഞ്ഞിട്ട് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയുന്നത് എന്താണ്? അവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാനും നീയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ നീ ഉണ്ടാകുമോ അതറിയില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ നന്മകൾ കണ്ട് അവരെ അഭിനന്ദിക്കുകയും എന്നാൽ അപ്പോഴും പടച്ചവനെ പേടിക്കണമെന്ന് അവരെ ജാഗ്രത കൈകൊള്ളാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി. നിങ്ങളുടെ ചെരുപ്പിന്റെ വള്ളിയേക്കാളും നിങ്ങളോട് അടുത്ത് തന്നെ സ്വർഗ്ഗമുണ്ട്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെയുണ്ട്. സ്വർഗ്ഗം വളരെ എളുപ്പമാണ്, നരകം അതിലേറെ എളുപ്പമാണ്. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നത് വിശ്വാസിയാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇഖ്ലാസോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, സ്വഭാവ സംസ്കരണത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ എളുപ്പമാണ് എങ്കിൽ നരകം അതുപോലെ തന്നെയുണ്ട്. വിശ്വാസത്തിൽ കളങ്കം വന്നാൽ, കർമ്മങ്ങളിൽ ആത്മാർത്ഥത നഷ്ടപ്പെട്ടാൽ, സ്വഭാവങ്ങളിൽ ദൂഷ്യങ്ങൾ കടന്നു വന്നാൽ നരകത്തിൽ പോകാൻ അതിലേറെ എളുപ്പമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏതാനും ചില കാര്യങ്ങൾ വേഗത്തിൽ എണ്ണി എണ്ണി പറഞ്ഞു പോകാനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തൊക്കെയാണ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്? പണ്ഡിതന്മാർ ഈ കാര്യം എണ്ണി പറഞ്ഞപ്പോൾ ഒന്നാമതായി എണ്ണിയത് അൽ ബറാഅത്തു മിനശ് ശിർക്കി വ അഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ്. ശിർക്കിൽ നിന്നും രക്ഷപ്പെടണം, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും ആ നിലക്കുള്ളൊരു ബറാഅത്ത്, ആദർശപരമായ ഒരു വേർതിരിവ് കാണിക്കണമെന്നാണ് പണ്ഡിതന്മാർ ഒന്നാമതായി എണ്ണി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടാൽ അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൻ നാർ. ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചവൻ നരകത്തിലും പ്രവേശിച്ചു. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ജീവിതത്തിൽ ശിർക്കില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. ഇബാദത്തിന്റെ ഒരു അംശം പോലും അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നില്ലെന്ന് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഉറപ്പുവരുത്തണം. പലപ്പോഴും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു പകരം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരെ വിളിച്ചു തേടുന്ന, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന, ബലിയെറുക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ശിർക്കിലേക്ക് എത്തിക്കുന്ന ഒന്നും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് തന്റെ കയ്യിൽ ചരട് ബന്ധിച്ച ആളോട് പോലും ഇത് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നതിന് പകരം ഈ ചരടിൽ ബരമേൽപ്പിക്കലാണെന്നും അത് ശിർക്കാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്.
അല്ലാഹു അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറയാനുള്ള കാരണം അത്വീറത്തു ശിർക്കുൻ, ശകുനം നോക്കൽ അത് ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ശിർക്കിൽ നിന്ന് നാം രക്ഷപ്പെടണം എന്നർത്ഥം. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫഖാൽ, ഒരാൾ പ്രവാചകന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൽ മൂജിബതാനി, ഉറപ്പാകാവുന്ന രണ്ട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു തരുമോ? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബില്ലാഹി ശൈആ ദഖലൻ നാർ. അല്ലാഹുവിനെ ശിർക്ക് ചെയ്തവൻ നരകത്തിലാണെന്ന് ഉറപ്പാണ്, ശിർക്കില്ലാത്തവൻ സ്വർഗ്ഗത്തിൽ എപ്പോഴെങ്കിലും പോകുമെന്ന് ഉറപ്പാണ്. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തൊരു മാർഗം അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചു വയ്ക്കുക എന്നതാണ്. നമ്മുടെ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിന്റെ സ്നേഹം നമ്മിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ യുൽഖി ഹബീബഹു ഫിന്നാർ, അല്ലാഹുവാണ് സത്യം, അവൻ ഇഷ്ടപ്പെട്ട ഒരാളെയും അവൻ നരകത്തിൽ ഇടുകയില്ല. അള്ളാഹുവിന്റെ മഹബ്ബത്ത് നമ്മിൽ ഉണ്ടാകണം. അതെങ്ങനെയൊക്കെയാണ് നേടുക? വിശുദ്ധ ഖുർആൻ പല കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, പരിശുദ്ധമായി ഹൃദയത്തെ കൊണ്ട് നടക്കുന്നവൻ അഥവാ തൗബ ചെയ്യുന്നവർ, ശാരീരിക ശുദ്ധി വരുത്തുന്നവർ അഥവാ കുളിക്കുകയും ഉളുവെടുക്കുകയും ചെയ്യുന്ന വൃത്തി കാണിക്കുന്നവർ, അവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹുവിൽ വരവേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സബർ കാണിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്വയുള്ളവരെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുക എന്നതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, മൂന്നാമത്തെ കാര്യം അൽ ബുഖാഉ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരയുക എന്നതാണ്. എന്തിനെല്ലാം കരഞ്ഞവരാണ് ഞാനും നിങ്ങളും. ഭൗതികമായി എടുക്കുമ്പോൾ എന്തെല്ലാം നഷ്ടപ്പെട്ടതിന് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പലരുടെയും അസുഖമോർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പലരുടെയും മരണം കാരണം നമ്മൾ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒഴിഞ്ഞിരുന്ന് റബ്ബിനെ ഓർത്ത് റബ്ബിന്റെ മുന്നിലൊന്ന് കണ്ണുനീർ പൊഴിക്കാൻ മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് നരകമോചനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യൽജുന്നാർ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, ലാ യൽജുന്നാർ, നരകത്തിൽ പ്രവേശിക്കുകയില്ല, റജുലുൻ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞൊരു മനുഷ്യൻ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് പ്രവാചകൻ സുന്ദരമായ ഒരു ഉദാഹരണവും പറഞ്ഞു, ഹത്താ യഊദൽ ലബനു ഫിൽ ദർഇ, ഒരു പശുവിന്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ അതിന്റെ അകിട്ടിലേക്ക് തന്നെ പ്രവേശിക്കാത്തതുപോലെ അത്രയും റബ്ബിനെ ഓർത്ത് കരഞ്ഞവൻ നരകത്തിൽ നിന്ന് മോചിതനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഹദീസിൽ കാണാം, സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകളുണ്ട്, ലാ തറാ അയ്നുഹുമുൻ നാർ, അവരുടെ കണ്ണുകൾ നരകം കാണുകയേയില്ല. ഐനുൻ ഹറസത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രാത്രി മുസ്ലിം സൈന്യത്തിനു വേണ്ടി ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്നവന്റെ കണ്ണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നത് മറ്റൊരു വസ്തുത. വഐനുൻ ബഖത മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞവന്റെ കണ്ണ്. വഐനുൻ കുഫ്ഫത മിൻ മഹാരിമില്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതിൽ നിന്ന് ഒന്നും കാണാത്തവന്റെ കണ്ണ്, ഹറാമാക്കിയ ഒന്നും കാണാത്തവന്റെ കണ്ണ്. അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവന്റെ കണ്ണ്, മുസ്ലിം സൈന്യത്തിന് കാവിൽ നിന്ന് ഉറക്കമൊഴിക്കുന്നവന്റെ കണ്ണ് നരകം സ്പർശിക്കാത്ത കണ്ണായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് കരയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഓർത്ത് അല്ലാഹുവിന്റെ ഖബറിനെ ഓർത്ത്, നരകത്തെ ഓർത്ത്, റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് വിധേയമാകുമല്ലോ എന്നോർത്ത് ഒഴിഞ്ഞിരുന്ന് കരയാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് നരകമോചനമെന്ന രക്ഷയാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള 5 നേരത്തെ നമസ്കാരം കൃത്യമായി ചെയ്തു പോരുക എന്നതാണ്. നിസ്കരിക്കുക എന്നല്ല ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിച്ച് കൃത്യമായി ചെയ്തു പോരുക എന്നാണ്.
റസൂലുള്ള പറയുകയാണ്, മൻ ഹാഫള അലസ്സലവാത്തിൽ ഖംസി, ആരെങ്കിലും 5 നേരത്തെ നമസ്കാരം കൃത്യമായി പുലർത്തി പോന്നാൽ, റുകൂഇഹിന്ന വസുജൂദിഹിന്ന വമവാഖിതിഹിന്ന, അതിന്റെ റുകൂഉകളിലും അതിന്റെ സുജൂദുകളിലും അത് സമയത്ത് നിർവഹിക്കുന്നതിലും തുമഇനീനത്തോടെ ഖുശൂഓടെ റബ്ബിന്റെ മുന്നിലാണെന്ന ബോധത്തോടെ ചൊല്ലുന്ന ആയത്തുകളുടെയും ഹദീസുകളുടെയും അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥനകളുടെയും ദിക്റുകളുടെയും ആശയം ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലാണ് എന്ന ബോധത്തോടെ നിസ്കരിക്കുന്നുവെങ്കിൽ, അത് സമയം തെറ്റാതെ കൃത്യമായി അനുഷ്ഠിക്കുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅലിമ അന്നഹുന്ന ഹഖ്ഖുൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു എൻ്റെ മേൽ നിർബന്ധമാക്കിയ ഒരു ബാധ്യതയാണ് എന്ന ഉദ്ദേശത്തോടെ ഒരാളത് നിർവഹിക്കുന്നുവെങ്കിൽ, ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗം ഉറപ്പാണ്. വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം ഉറപ്പായി കഴിഞ്ഞു. ഹുരിമ അലന്നാർ, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ഇമാമിനോടൊപ്പം അവന് കൃത്യമായി 40 ദിവസം നമസ്കരിക്കാൻ സാധിച്ചാൽ അവന് 2 ബറാഅത്തുകൾ ഉണ്ട് എന്നാണ്. മൻ സല്ലല്ലാ ലില്ലാഹി യൗമൻ ഫീ ജമാഅ, മൻ സല്ലല്ലാ ലില്ലാഹി 40 യൗമ, ഏതെങ്കിലും ഒരാൾ 40 ദിവസം നമസ്കരിച്ചാൽ ഫീ ജമാഅ, ജമാഅത്തായി കൊണ്ട്, യുദ്രികു തക്ബീറത്തുൽ ഊല, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ കിട്ടുന്ന രീതിയിൽ അവൻ നിസ്കരിക്കുന്നുവെങ്കിൽ, കുതിബത്ത് ലഹു ബറാഅത്താൻ, 2 കാര്യത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ബറാഅത്തു മിനന്നാർ വ ബറാഅത്തു മിനൻ നിഫാഖ്, ബറാഅത്തു മിനന്നാർ, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ബറാഅത്തു മിനൻ നിഫാഖ്, അവൻ കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഒരു കപടവിശ്വാസി അല്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന കാര്യമാണ് 40 ദിവസം തുടർച്ചയായി 5 നേരത്തെ നമസ്കാരം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ കിട്ടുക എന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, 5 നേരത്തെ നമസ്കാരം നമുക്ക് നരകമോചനം വാങ്ങിത്തരുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. 5-ാമത്തെ കാര്യം അസ്സദഖതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുക എന്നതാണ്, ധർമ്മം ചെയ്യുക എന്നാണ്. അവസരങ്ങൾ കൊട്ടും കുറവില്ല. സുഹൃത്തുക്കളെ, ഒരിക്കലും കൊടുത്താൽ തീർന്നു പോകാത്ത അവസ്ഥയാണ് സദഖക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത സദഖത്തു മിൻ മാൽ, ഒരാളും ദാനം ചെയ്തതിന്റെ പേരിൽ തുലഞ്ഞു പോവുകയില്ല, ധർമ്മം ചെയ്തതിന്റെ പേരിൽ ആരുടെയും സമ്പത്ത് കുറയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ റബ്ബിനോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു രംഗമുണ്ട്. അവനും അള്ളാഹുവിനും അവനും ഇടയിൽ ഒരു ദ്വിഭാഷിയുടെ, ഒരു പരിഭാഷകന്റെ ആവശ്യമില്ലാത്ത വിധം സംസാരിക്കും. അവന്റെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്ത നന്മകൾ അവിടെ കാണും. അവന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്ത തിന്മകൾ കൂമ്പാരമായി അവിടെ കാണും. അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ അവന്റെ നരകം മാടി വിളിക്കുന്നത് പോലെ കാത്തിരിക്കുന്ന നരകത്തെ അവൻ കൺമുന്നിൽ കാണും. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഫത്തക്കുന്നാർ, ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വലൗ ബിശിക്കി തംറ, ഒരു കാരക്ക് ചീളുകൊണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തുകൊണ്ട് ആ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, 6-ാമത്തെ കാര്യം നോമ്പെടുക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ നരകമോചനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ വളരെ ചിന്തനീയമായ ഒരു ഹദീസാണ്, മൻ സ്വമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരു കിടങ്ങ് കുഴിക്കും. കമാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശ ഭൂമികളോളം വിശാലമുള്ള ഒരു കിടങ്ങ് തീർക്കും. നരകത്തിൽ നിന്ന് അത്രയും അവനെ മോചിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, 7-ാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, ആരെങ്കിലും അങ്ങോട്ട് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ സംരക്ഷിക്കുന്നുവെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദ അൻ ഇർളി അഖീഹി, ഒരാളുടെ അഭിമാനത്തെ ആരെങ്കിലും സംരക്ഷിച്ചാൽ, അവനെ കുറിച്ച് ഒരു കുറവ്, അവന്റെ ഒരു ന്യൂനത, അവന്റെ ഒരു പോരായ്മ എനിക്കറിയും, ഞാനത് 4 ആളോട് പറഞ്ഞാൽ അവൻ വഷളാകും, പക്ഷേ ഞാനത് സംരക്ഷിച്ചു, അവന്റെ അഭിമാനത്തിന് ഞാൻ ക്ഷതം വരുത്തിയില്ല, ഞാൻ ആരോടും അത് പറഞ്ഞില്ല, ഞാനത് മറച്ചു വെച്ചു, അവനെ സംരക്ഷിച്ചുവെങ്കിൽ റദ്ദല്ലാഹു അൻ വജീഹി നാറ യൗമൽ ഖിയാമ, ആ ചെയ്ത മനുഷ്യന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹുവും സംരക്ഷിക്കുന്നതാണ്.
മറ്റുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ സംരക്ഷിക്കുന്നവന് നരകമോചനമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, 8ാമത്തെ കാര്യം സൽസ്വഭാവമാവുക എന്നതാണ്, സൽസ്വഭാവികളാവുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന സഹ്ലൻ ഹയ്യിനൻ ലയ്യിനൻ ഹറമഹുല്ലാഹു അലന്നാർ. ആരെങ്കിലും സംസാരത്തിൽ മൃദുലത കാണിച്ചുകൊണ്ട് തട്ടിക്കയറി സംസാരിക്കാതെ സ്നേഹത്തോടെ ഇടപഴകുന്നുവെങ്കിൽ, ഹയ്യിനൻ ലയ്യിനൻ മൃദുലമായി സംസാരിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹു നരകമോചനം ഉറപ്പിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിമൻ യഹ്റുമു അലന്നാർ, ആരുടെ മേലാണ് ആർക്കാണ് നരകം മോചനമുള്ളത് എന്ന്. അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ, മാന്യമായി ഇടപഴകുന്നവർക്കാണ്, സൽസ്വഭാവത്തോടെ പെരുമാറുന്നവർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങൾ, 9ാമത്തെ കാര്യം, നമ്മൾ മരിച്ചാലും നമ്മെക്കുറിച്ച് ആളുകൾക്ക് നല്ലത് പറയാനുണ്ടാവുക എന്നത് നരകമോചനം ഉറപ്പിക്കാവുന്ന കാര്യമാണ്. നമ്മളൊരു കർമ്മം ചെയ്യുന്നത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനാകാൻ പാടില്ല. റിയാവും മറ്റുള്ളവരെന്നെ പറയണമെന്ന സുമഅത്തും നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ മരണശേഷം നല്ലത് പറയാനുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരു മയ്യത്തിനരികിലൂടെ ഞങ്ങൾ നടന്നു പോയപ്പോൾ ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങി സ്വഹാബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത് വജബത് വജബത്, ഉറപ്പായി ഉറപ്പായി, നിർബന്ധമായി, അനിവാര്യമായി എന്നിങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വമുർറ ബിജനാസത്തിൻ, മറ്റൊരിക്കൽ മറ്റൊരു മയ്യത്തിന്റെ അരികിലൂടെ ഞങ്ങൾ നടന്നു പോയപ്പോൾ ആ മയ്യത്തിന്റെ കുറവുകളും ന്യൂനതകളും പലരും പറയാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വജബത്, നിർബന്ധമായി, ഉറപ്പായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 2 സംഘത്തിലും ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിലെ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് റസൂലേ ഉറപ്പായത്? എന്താണ് മുമ്പും ഇപ്പോഴും ഒക്കെ നിങ്ങൾ വജബത്ത് വജബത്ത് എന്ന് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറാ വജബത് ലഹുൽ ജന്ന. ഒരു മയ്യത്തിന്റെ നന്മകളല്ലേ നിങ്ങൾക്ക് പറയാനുണ്ടായത്, അയാൾക്ക് സ്വർഗം ഉറപ്പായിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു മയ്യത്തിന്റെ ന്യൂനതകളല്ലേ നിങ്ങൾ പറഞ്ഞത്, വജബത് ലഹുൻ നാർ, അയാൾക്ക് നരകവും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പൊതുവായി മരിച്ചവരെ കുറിച്ച് നിങ്ങൾ നല്ലതല്ലാത്തൊന്നും പറയരുതേ എന്ന പൊതു നിയമം അവിടുന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ഷർഹുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 10ാമത്തെ കാര്യം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം തവണ നടത്തേണ്ട പ്രാർത്ഥനകളിൽ ഒന്ന്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച വചനം. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 16-ാമത്തെ വചനമാണ്. അല്ലാഹു പറഞ്ഞു, അല്ലദീന യഖൂലൂൻ, നല്ല ആളുകൾ ആരാണ്? അവർ പറയുന്നവരാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ, അല്ലാഹുവേ തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ എന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഇബാദുർ റഹ്മാനിന്റെ ഗുണമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സഅലല്ലാഹൽ ജന്ന സലാസ മർറാത്തിൻ, ആരെങ്കിലും 3 തവണ സ്വർഗ്ഗത്തെ ചോദിച്ചാൽ, ഖാലത്തിൽ ജന്ന, സ്വർഗ്ഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹു, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ അവനെ ഈ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. ആരെങ്കിലും 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ നരകം പറയും, അല്ലാഹുമ്മ അജിർഹു, അല്ലാഹുവേ അയാളെ ഈ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തണമേ, മാറ്റി നിർത്തണമേ എന്ന് നരകം ശുപാർശ പറയുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ 10 കാര്യങ്ങൾ പ്രധാനമായും നാം ശ്രദ്ധിക്കുക, നരകമോചനം ഉറപ്പുവരുത്തുക. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീന ത്വാഹിരീന അൽഫായിസീന ബിരിദല്ലാഹ് വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. നരകമോചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും ആ നരകമോചനം ഉറപ്പുവരുത്താവുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങളുമാണ് ഖുതുബയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. നരകമോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നും നമ്മൾ ഉൾക്കൊള്ളുകയുണ്ടായി. സ്വഹാബികളുടെയും താബിഉകളുടെയും ഒക്കെ ജീവിതം പരിശോധിച്ചാൽ നരകമോചനം എന്ന ആഗ്രഹത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരായിരുന്നു അവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ ഇഹലോകത്ത് വെച്ച് തന്നെ പരലോകത്ത് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ സ്വഹാബികൾ പോലും ആ സ്വർഗം നഷ്ടപ്പെടുമോ എന്ന ഭയമുള്ളവരും നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമോ എന്ന പേടിയുള്ളവരുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഒരു യുവാവിന്റെ മരണരംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തി എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറയുന്നത്, ഇന്നി അർജുല്ലാഹ് വ അഖാഫു ദുനൂബി, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്, എനിക്ക് സ്വർഗം കിട്ടുമെന്ന ആ പ്രതീക്ഷയുണ്ട്, പക്ഷേ വഖാഫു ദുനൂബി, എൻ്റെ പാപങ്ങൾ ഓർത്ത് എനിക്ക് ഭയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ 2 ചിന്തകളും ഒരാളിൽ ഒന്നിച്ചുണ്ടായാൽ, ഖൗഫും റജാഉം, ഭയവും പ്രതീക്ഷയും ഒന്നിച്ചുണ്ടായാൽ, അയാൾ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു അയാൾക്ക് മോചനം നൽകുകയും അയാൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയും ചെയ്യും എന്നാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ, എന്നാൽ നരകത്തിൽ പോകേണ്ടി വരുമോ എന്ന ഭയം, രണ്ടും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്നാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പലപ്പോഴും നരകത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന, പിശാചിന് ഇഷ്ടമാകാൻ കാരണമാകുന്ന പല നന്മകൾ എന്ന നിലക്ക് തിന്മകൾ പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഷഅബാൻ 15-ന് ഒരു പ്രത്യേക നോമ്പ് നോൽക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ സാധിക്കും. ഓരോ ദിവസവും 13, 14, 15 ദിവസങ്ങളിൽ, അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന നിലക്കല്ലാതെ ഷഅബാൻ 15 എന്ന നിലക്ക് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള നോമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടേയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, സ്വഹാബികൾക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പറയുന്ന വചനങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് മൗദൂഅ് എന്നാണ്. ഹദീസുകളിൽ അതീവ ദുർബലമായതിനാണ് മൗദൂഅ് എന്ന് പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ചതിനാണ് മൗദൂഅ് എന്ന് പറയുക. അൽ കദിബുൽ മുഖ്തലഖുൽ മസ്നൂഉൽ മൻസൂബു ഇലാ റസൂലില്ലാഹ്, കള്ളം പറഞ്ഞ് നിർമ്മിച്ചുണ്ടാക്കി കെട്ടിച്ചമച്ച് പ്രവാചകനിലേക്ക് ചേർത്തി വെച്ച വചനങ്ങൾ, അത്തരം വചനങ്ങളിലാണ് അത്തരം നോമ്പുകൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാനും വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി നന്മയിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗ്ഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.